അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ചാപ്റ്റർ നമ്പർ 17 അല്ലേ, നാഷണലിസം എന്ന ചാപ്റ്ററാണ്. ചാപ്റ്ററിൽ നിങ്ങൾ ഫോക്കസ് ഏരിയ നോക്കുക. അതിൽ കുറച്ച് ഭാഗം മാത്രമേ എന്തുള്ളൂ, ഒരു ടോപ്പിക്ക് മാത്രമേ എന്തുള്ളൂ നാഷണലിസത്തിൽ നിന്ന് അതിൽ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ചെറിയൊരു പാർട്ടേ ഉള്ളൂ. പക്ഷേ ആ ഒരു പാർട്ട് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനും കൂടാണ്. ഒരു എസ്സേ ആയിട്ടുള്ളതാണ് ആ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അതിനെ നെഗ്ലക്റ്റ് ചെയ്ത് കളയാൻ പറ്റില്ല. കാരണം അത് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ എസ്സേ രൂപത്തിൽ ചോദിക്കാം. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ നാഷണലിസം എന്നുള്ള ടോപ്പിക്കിൽ ഫോക്കസ് ഏരിയയിൽ നോക്കുക. ഫീച്ചേഴ്സ് ഓർ അസംഷൻസ് റിലേറ്റഡ് ടു നാഷണലിസം, ആ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അത് ഇതിലേതാ ഭാഗം വരുന്നതെന്ന് അതേ മാത്രമേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതിൽ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് വാട്ട് ഈസ് മീൻ ബൈ നാഷണലിസം, അങ്ങനെ ആ ഒരു ടേമൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോവാം. The term nationalism is derived from the Latin word natio, which means together or to bond. അല്ലേ, ആ ഒരു നാറ്റോ എന്നുള്ള ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് നാഷണലിസം എന്ന ഒരു വേർഡ് ഒറിജിൻ ചെയ്തിട്ടുള്ളത്. ആ നാറ്റോ എന്നുള്ള ലാറ്റിൻ വേർഡിൻ്റെ മീനിങ് എന്താ? ടുഗദർ ഓർ ടു ബോൺ, ഒന്നിച്ച് എന്നുള്ള ഒരർത്ഥം ആണ് അതിൻ്റെ. ഇനി നാഷണലിസം എന്ന കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, നാഷണലിസം ഈസ് എ സൈക്കോളജിക്കൽ എക്സ്പ്രഷൻ. അത് ഒരു എന്താണ്? സൈക്കോളജിക്കൽ എക്സ്പ്രഷനാണ്. നമുക്കറിയാം നാഷണലിസം എന്നതിന് മലയാളം ദേശീയത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ രാജ്യം, എൻ്റെ കൾച്ചർ, എൻ്റെ മണ്ണ്, ആ ഒരു കൺസെപ്റ്റ് ഉണ്ട് അവിടെ. അപ്പോൾ നമ്മുടെ രാജ്യം ഇന്ത്യ എൻ്റെ രാജ്യം ആണ്. അപ്പോൾ ഞാൻ എന്താണ്, ഈ മണ്ണ്, ഇവിടെയുള്ള മണ്ണ് ഞങ്ങളുടേതാണ്, അല്ലെങ്കിൽ ഇവിടെയുള്ള കൾച്ചർ ഇന്ത്യക്കാരുമായിട്ട് റിലേറ്റഡ് ആണ്. നമുക്ക് ആ നമ്മുടേതായിട്ടുള്ള ഒരു ഇതല്ല, ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ എത്തിപ്പെട്ടാലും എൻ്റെ രാജ്യം ഇന്ത്യയാണ് എന്നുള്ള ആ ഒരു ആളുകളുടെ ആ ഒരു ഒരുമ, ആ ഒരു കൺസെപ്റ്റ്, ഇന്ത്യക്കാരെല്ലാം ഒന്നിച്ചാണ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിനെ പറയുന്ന പേരാണ് നാഷണലിസം. ഇപ്പോൾ നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ അമേരിക്കയിൽ ഇതുപോലെ ഒരു ഇതുണ്ടായിരുന്നല്ലോ, എന്താ, കറുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള ഒരാളെ ശ്വാസം മുട്ടിച്ച് കൊന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷനൊക്കെ വേറെ രാജ്യങ്ങൾ വരുമ്പോൾ അമേരിക്കയിലെ ഇന്ത്യക്കാരുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്യും, ഒരു പ്രതിഷേധം അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ പലപ്പോഴും കാണലുണ്ടല്ലോ പല സിറ്റുവേഷൻസിലൊക്കെ. അപ്പം അത് ഇന്ത്യ എന്ന ഒരു ഐഡൻറ്റിറ്റിയെ അവർ കീപ്പ് ചെയ്തുകൊണ്ട് ആ ഒരു നെയിമിൽ അവരെന്ത് ചെയ്യുക, പ്രതിഷേധം അറിയിക്കുക. അതാണ് നാഷണലിസം എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ അപ്പോൾ ഇതെന്താണ്, ഇതൊരു സൈക്കോളജിക്കലായിട്ടുള്ള എക്സ്പ്രഷനാണ്. പിന്നെ നമുക്കറിയാം ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഫീലിംഗ് ഓഫ് വൺനെസ്, അല്ലേ, ഫീലിംഗ് ഓഫ് വൺനെസ്, അതായത് ഒന്നിച്ചാണ്, അല്ലെങ്കിൽ കൂട്ടം, അവർ ഗ്രൂപ്പായിട്ട്, ഇന്ത്യൻസ് എന്നുള്ളൊരു ഗ്രൂപ്പായിട്ട് ഒന്നിച്ചാണ്, ഒറ്റക്കെട്ടാണ് എന്നുള്ളൊരു ഫീലിങ്സ്. നെക്സ്റ്റ്, ഇറ്റ് സ്റ്റാൻഡ് ഫോർ ദ ഇൻഡിപെൻഡൻറ്റ് പൊളിറ്റിക്കൽ. അതെന്തിനു വേണ്ടിയിട്ടാണ് നിലകൊള്ളുക? ഇൻഡിപെൻഡൻറ്റ് പൊളിറ്റിക്കൽ, അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലറായിട്ടുള്ള പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിന് മുൻനിർത്തിക്കൊണ്ടോ അല്ല എന്ത് ചെയ്യുന്നിട്ട് ഈ നാഷണലിസം എന്ന കൺസെപ്റ്റ് മുന്നോട്ട് പോകുന്നത്. ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റിയെ ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് വെക്കുന്നത്. ലോർഡ് ഡൽഹൌസി ഡിക്ലെയർഡ് ആസ് ദ യൂണിറ്ററി ഇന്ത്യ ആസ് എ യൂണിറ്ററി സ്റ്റേറ്റ്, അല്ലേ. ഡൽഹൌസി പ്രഭു നമുക്കറിയാം ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആയിരുന്നു ഡൽഹൌസി. അപ്പോൾ അദ്ദേഹം ഈ യൂണിറ്ററി എന്ന കൺസെപ്റ്റിനെ, അല്ലെങ്കിൽ ആ നാഷണലിസം എന്ന കൺസെപ്റ്റിനെ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളൊരു ടേമിൽ എക്സ്പ്ലെയിൻ ചെയ്താണ് ഇന്ത്യ ആസ് എ യൂണിറ്ററി സ്റ്റേറ്റ്. അപ്പോൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് അതൊന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി ഈ ചാപ്റ്ററിൽ ചോദിക്കുന്ന ഫോക്കസ് ഏരിയ പറഞ്ഞ ഭാഗമാണ്
അതായത് ഫാക്ടേഴ്സ് ഓർ അസംഷൻസ് റിലേറ്റിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണല്ലോ. അതിനെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 252 ആ പാർട്ട് തുടങ്ങുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അത് പറഞ്ഞത് ഹെഡിങ്ങിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും, പക്ഷേ ടോപ്പിക് അത് തന്നെയാണ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് നാഷണലിസം, അതാണ് ഫാക്ടേഴ്സ് ആർ അസംഷൻസ് റിലേറ്റിംഗ് ടു, അതായത് നാഷണലിസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. എന്താണ് നാഷണലിസം എന്നൊരു കൺസെപ്റ്റ് ജനങ്ങളിൽ എത്താൻ കാരണമായേക്കാവുന്ന ഘടകങ്ങളുണ്ടല്ലോ, അതാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് നാഷണലിസം. അതൊരു 5 പോയിൻറ്റ്സ് ഉണ്ട്. 5 പോയിൻറ്റ്സും ടെക്സ്റ്റ് ബുക്കിലും പറഞ്ഞിട്ടുണ്ട്, ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഷോർട്ടാക്കിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ടെക്സ്റ്റ് ബുക്കിലെ അതാണ് ആദ്യം വായിക്കുക. നിങ്ങൾക്ക് നോട്ട് എഴുതുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഈ നോട്ട് വെച്ചിട്ട് പഠിച്ചാൽ മതി. ഞാൻ ഇപ്പോൾ തരുന്ന നോട്ട്. പക്ഷേ അതിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. കാരണം നിങ്ങൾക്കറിയാം, അതിൻ്റെ ഒരു എസ്സേ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു 8 മാർക്കിൻ്റെ എസ്സേ ഒക്കെ ആണെങ്കിൽ അത്രയും ഒരു കണ്ടൻറ്റ് ഇതിലില്ല. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ഐഡിയാസും കൂടെ കുറച്ചും കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതുന്നതായിരിക്കും മാർക്ക് സ്കോർ ചെയ്യാൻ നല്ലത്. അപ്പോൾ ഒന്നാമത്തെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് നാഷണലിസം എന്നുള്ള അതിൽ ഒന്നാമത്തെ ഫാക്ടർ ഞാൻ ടെക്സ്റ്റ് ബുക്കുള്ള ഓർഡറിൽ പറഞ്ഞു പോകാം. അതിൽ ഫസ്റ്റ് പറഞ്ഞ പോയിൻ്റ് എന്ന് ഷെയർഡ് ബിലീഫ് അല്ലെങ്കിൽ കോമൺ ബിലീഫ് എന്ന് ഇതിൽ പറയുന്നുണ്ട്. കോമൺ ബിലീഫ് അല്ലെങ്കിൽ ഷെയർഡ് ബിലീഫ്. A nation is constituted by certain belief. Nations are not like physical things such as buildings, forests, rivers, which can be seen and felt. അല്ലേ? ഒരു രാജ്യത്തെ സംബന്ധിച്ച് ചില എന്തുണ്ട്, കോൺസ്റ്റിറ്റ്യൂട്ടഡ് സർട്ടൻ ബിലീവ്സ്, ചില വിശ്വാസങ്ങളും ചില ആചാരങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അടങ്ങിയിട്ടുണ്ട് അല്ലേ. അതെല്ലാം ഉൾക്കൊണ്ടിട്ട് ഉള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഒരു രാജ്യം അല്ലെങ്കിൽ ആ ജനത എന്നൊക്കെ നമുക്ക് പറയുന്നത്. പക്ഷേ അവിടെ ഈ സർട്ടൻ ബിലീഫ് എന്ന് ഉദ്ദേശിച്ചിട്ട് ഈ ഫിസിക്കലായിട്ടുള്ള സാധനങ്ങളല്ല. അതായത് ഒരു രാജ്യത്തുള്ള ഫോറസ്റ്റിൻ്റെ ഏരിയ അല്ലെങ്കിൽ റിവേഴ്സോ അല്ലെങ്കിൽ ബിൽഡിങ്സോ അതൊന്നല്ല എന്ത് ചെയ്യുന്നത്, ശരിക്കും നമ്മൾ ആ ബിലീവ്സ് അല്ലെങ്കിൽ നമ്മൾ ആ നാഷണലിസവുമായി റിലേറ്റഡ് ചെയ്യുന്ന വസ്തുതകൾ അല്ലേ, നമുക്കറിയാം. അതൊക്കെ ഏതൊരു രാജ്യത്തും അപ്പോൾ അവൈലബിൾ ആവുന്ന ടെക്നോളജിക്കലായിട്ടുള്ളത് വെച്ചിട്ട് നമുക്ക് പഴയത് ഡിസ്ട്രക്റ്റ് ചെയ്ത് പുതിയ കൺസ്ട്രക്റ്റൊക്കെ ചെയ്യാം. പക്ഷേ നാഷണലിസം എന്നത് അല്ലെങ്കിൽ ഷെയർഡ് ബിലീഫ് എന്നുള്ള കൺസെപ്റ്റ് അതുമായി ഫിസിക്കലായിട്ടുള്ള തിങ്സുമായിട്ട് റിലേറ്റഡ് അല്ല. പിന്നെ എന്തുമായിട്ടാണ്, nations are dependent on its own belief that people have about them. When we speak of the people as a nation, we mean not the physical characteristics അല്ലേ, physical characteristics അല്ല, rather it refers to the collective identity and vision of the future of a group which wishes to have an independent political existence. അതായത് ഒരു രാജ്യത്തെ ജനങ്ങളുടെ എങ്ങനെയായിരുന്നു അവർ പാസ്റ്റിലുണ്ടായിരുന്നത്, ഏതൊരു കാഴ്ചപ്പാടിലാണോ ഏതൊരു കൾച്ചറിലാണോ ഒരു ഐഡൻറ്റിറ്റിയിലാണോ അവർ ജീവിച്ചു പോകുന്നത്, ആ ഒരു കാഴ്ചപ്പാടും ഒരു ഐഡൻറ്റിറ്റിയും അതുപോലെ ആൻഡ് വിഷൻ ഫോർ ദ ഫ്യൂച്ചർ, അതുപോലെ തന്നെ ഭാവിയിലോട്ട് ഉള്ള അവരുടെ കാഴ്ചപ്പാട്, കൾച്ചറുമായിട്ടും ലാംഗ്വേജുമായിട്ടും പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയുമായിട്ടൊക്കെ അവരുടെ വിഷൻ, ആ ഒരു ഫാക്ടറിനെ അല്ലെങ്കിൽ ആ ഒരു ഘടകമാണ് എന്ത്, ഷെയർഡ് ബിലീഫ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് എ ഗ്രൂപ്പ് ഓർ ടീം. ഓക്കെ, എ സെറ്റ് ഓഫ് പീപ്പിൾ ഹൂ വർക്ക് ഓർ പ്ലേ ടുഗദർ ടുവേർഡ്സ് എ കോമൺ ഗോൾ ആസ് എ കളക്റ്റീവ് ഗ്രൂപ്പ് അല്ലേ. എ നേഷൻ എക്സിസ്റ്റ് വെൻ ദേ ഹാവ് എ ബിലീഫ് ഓഫ് വൺനെസ്. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളെ മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കളക്റ്റീവ് ഗ്രൂപ്പായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ കളക്റ്റീവ് ഗ്രൂപ്പിന് എന്തുണ്ടാവും, ഒരു കോമൺ ഗോൾ ഉണ്ടാവും. എന്താണ് കോമൺ ഗോള്? ഇന്ത്യ അതിൻ്റെ കൾച്ചറ്, അതിൻ്റെ എഡ്യൂക്കേഷൻ, അതിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി, ആ ഒരു കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യണം, അതിൻ്റേതായിട്ടുള്ള ഒരു നേച്ചറോട് കൂടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള എങ്ങനെയാണ് അത് പാസ്റ്റിൽ അവരുടെ പാരമ്പര്യം, ആ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട്
മുന്നോട്ട് പോകണം. അതായിരിക്കണം ഇന്ത്യ ഫോളോ ചെയ്യേണ്ട ഒരു മാതൃക. അല്ലാതെ വേറെ കൺട്രീസിനെ, നമ്മുടെ അയൽപക്കത്തുള്ള കൺട്രീസിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോറിൻ ആയിട്ടുള്ള കൺട്രീസിനെ ഫോളോ ചെയ്തുകൊണ്ട് അവർ ഫോളോ ചെയ്യുന്ന പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി നമ്മൾ ഫോളോ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുക, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരിക്കില്ല ഇവിടുത്തെ കോമൺ പീപ്പിൾ ഉണ്ടായിരിക്കും. അവരുടെ പൂർവികന്മാരായിട്ടുള്ള ആൻസസ്റ്റേഴ്സ് ഏത് തരത്തിലാണോ ഈ ഒരു കൾച്ചറിനെ ഒക്കെ കൾച്ചറിൽ വിശ്വസിച്ചിരുന്നത്, അവരെങ്ങനെയാണോ കാര്യങ്ങൾ വെച്ച് പുലർത്തിയിരുന്നത്, അതായിരിക്കും ഇവരുടെയും എന്ത് ചെയ്യുക കോമൺ ഗോൾ അല്ലേ. എ നേഷൻ എക്സിസ്റ്റ് വെൻ ദേ ഹാവ് ദ ബിലീഫ് ഓഫ് വൺനെസ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു നേഷൻ, ഒരു രാജ്യം എക്സിസ്റ്റ് നിലനിൽക്കുക, അല്ലെങ്കിൽ അത് അതിൻ്റെ പൈതൃകത്തോടു കൂടി നിലനിൽക്കുക എപ്പോഴാണ്? വെൻ ദേ ഹാവ് ദ ബിലീഫ് ഓഫ് വൺനെസ്. അവർക്ക് ഈ രാജ്യത്തെ ഓരോ സിറ്റിസനും അവർക്ക് ഒരു ബിലീഫ് ഉണ്ടാവണം, ചിന്താഗതി ഉണ്ടായിരിക്കുമ്പോൾ ബിലീഫ് ഓഫ് വൺനെസ്, ഒരു ഏകതാ മനോഭാവം ഉണ്ടാവണം അല്ലേ. അപ്പോൾ നമ്മൾ പൊളിറ്റിക്കലായിട്ട് ആളുകൾ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാവും, പലതരത്തിൽ ലാംഗ്വേജ് ആയിട്ടും അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള കൺട്രികളാണ്. നമ്മൾ കൺട്രിയിലെ ഓരോ സ്റ്റേറ്റിലെയും അല്ലെങ്കിൽ ഓരോ മുക്കിലും മൂലയും നോക്കുമ്പോൾ ഡൈവേഴ്സിറ്റിയാണ്. എന്താണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് തന്നെ നമ്മളെ പറ്റിയിട്ട് പറയല്. പക്ഷേ നമ്മൾ പുറമേ ഒരു രാജ്യം നമ്മുടെ ഇൻറ്റേർണലായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് ഇടപെടുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഡൈവേഴ്സിറ്റിയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ശരിക്കും ഒരു വൺനെസ്, ബിലീഫ് ഓഫ് വൺനെസ്, നമ്മൾ ഒന്നിച്ചാണെന്നുള്ള ഒരു രൂപത്തിലാണ് നമ്മൾ അവരോട് സമീപിക്കുക. അപ്പോൾ ഇതാണ് നാഷണലിസം. ഞങ്ങളുടെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ആഭ്യന്തരമായിട്ടുള്ള ചെറിയ കാര്യങ്ങളാണ്. അല്ലാതെ ബാക്കി പുറം രാജ്യങ്ങളുമായിട്ടുള്ള അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസുമായിട്ടുള്ള ആ ഒരു നയപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ ഇന്ത്യക്കാരാണ് എന്നുള്ള കൺസെപ്റ്റിലാണ് അവർ മുന്നോട്ട് പോകുക. അപ്പോൾ അതാണ് ഷെയർഡ് ബിലീഫ്സ്. നെക്സ്റ്റ് ഹിസ്റ്ററി. അത് ഷെയർഡ് ബിലീഫ്, കോമൺ ബിലീഫ് ഇതിൽ പറയുന്നത് എന്താണ്, നമ്മൾ ഈ നോട്ടിൽ ഒന്ന് പറഞ്ഞുതരാം. ഇറ്റ് ഈസ് ഓൾസോ അനദർ ഫാക്ടർ വിച്ച് ഓൾസോ പ്രൊവൈഡ് എ സെൻസ് ഓഫ് യൂണിറ്റി ടു ദ പീപ്പിൾ അല്ലേ. ജനങ്ങളിലെ യൂണിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറാണ് എന്ത്, കോമൺ ബിലീഫ്. ദ കോമൺ ബിലീഫ്, കസ്റ്റംസ്, നേഷൻ, ലോ മേക്ക് സെൻസ് ഓഫ് വൺനെസ് എമംഗ് ദ പീപ്പിൾ അല്ലേ. അപ്പോൾ ഈ എന്താണ് കോമൺ ബിലീഫ്, കസ്റ്റംസ്, ട്രഡീഷൻസ്, ലോ. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ഓരോ നിയമങ്ങളും എന്താണ് ഇന്ത്യയിലെ പെർട്ടിക്കുലർ ഏരിയക്ക് വേണ്ടിയിട്ട് മാത്രം ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഓരോ പെർട്ടിക്കുലർ ഏരിയക്ക് ഓരോ പെർട്ടിക്കുലർ ലോ ആയിട്ടൊന്നല്ല, മൊത്തത്തിൽ എല്ലാവർക്കും ഇന്ത്യയിലെ ഓരോ ഇൻഡിവിജ്വലിനും ബാധകമായിക്കുന്ന നിയമങ്ങളാണ് ഈ ലോയിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലോനൊക്കെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ നോക്കിക്കാണുന്ന ഒരു വ്യക്തി മനസ്സിലാക്കാം ഇന്ത്യയിൽ എല്ലാവർക്കും ഒരേ തരത്തിലുള്ള നിയമങ്ങളാണ്, അല്ലെങ്കിൽ എല്ലാവരെയും ഒരുപോലെയാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു കൺസെപ്റ്റ് അതിൽ നിന്ന് കിട്ടും. നെക്സ്റ്റ് ഹിസ്റ്ററി നോക്കാം. ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഫാക്ടർ എന്താണെന്ന് നോക്കാം. People also see themselves as a nation embody a sense of continuing historical identity. It is in the form of stretching back into the past as well as the reaching into the future. They accept their own history by drawing on the collective memories, legends, historical records to outline continuing identity of the nation. Nationalism in India, for example, invoked its ancient civilization and cultural heritage and other achievements to outline the continuing identity of the nation. ഓക്കെ, അപ്പോൾ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ അപ്പോൾ അത് ഇവിടെ എക്സാമ്പിളായിട്ട് പറയുന്നത് ഇന്ത്യയുടെ ആൻഷ്യൻ്റ് സിവിലൈസേഷൻ കൾച്ചറൽ ഹെറിറ്റേജിൽ. അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ സിവിലൈസേഷനൊക്കെ ആരംഭിക്കുന്ന നമുക്കറിയാം ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഹാരപ്പ സിവിലൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഇന്ത്യയുടെ സാംസ്കാരികപരമായിട്ടുള്ളതും അല്ലെങ്കിൽ ആ ഒരു
ആയിട്ടുള്ള ഐഡൻറ്റിറ്റിയും ആ കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത് രേഖകളിലൊക്കെ ഉള്ളത് ഇവിടുത്തെ സിന്ധു നദീതട സംസ്കാരത്തിൽ നിന്നും അതുപോലെ തന്നെ ഹാരപ്പയിൽ നിന്നൊക്കെയാണ് ലഭിക്കുന്നത്. അതാണ് നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ അവിടെ ജീവിച്ചിരുന്ന ആളുകളുടെ ജീവിത മാർഗങ്ങൾ അവർ വെച്ച് പുലർത്തിയിരുന്ന സാംസ്കാരികമായിട്ടുള്ള കലാപരമായിട്ടുള്ള കാര്യങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് ആ ഒരു കാര്യങ്ങൾക്കൊക്കെ പ്രൂഫ് എന്ത് കിട്ടും? ശരിക്കും ഹാരപ്പയും സിന്ധു നദി സിവിലൈസേഷനൊക്കെ അവിടെയൊക്കെ പഠനം നടത്തിയ പഠനങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം അതിൻ്റെ ഒരു തുടർച്ച അന്ന് വെച്ച് പുലർത്തിയിരുന്ന ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആ കൾച്ചറൽ ഹെറിറ്റേജും ഒക്കെ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇന്നും തുടർന്നു പോകുന്നത്. അപ്പോൾ അത് നമ്മുടെ ഇപ്പോൾ നിലനിൽക്കുന്ന ഓരോ ആചാരങ്ങളും ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഓരോ ആചാരങ്ങളും ഓരോ വിഭാഗത്തിൻ്റേതായിട്ടുള്ള വിശ്വാസങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ ബാക്കിലേക്ക് ഇങ്ങനെ പരിശോധിച്ചാൽ സ്വാഭാവികമായും ഇത്തരം പണ്ട് ഇന്ത്യയുടെ പൂർവികന്മാർ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന പൂർവിക ആൻസസ്റ്റേഴ്സ് പുലർത്തിയിരുന്ന ആ ഒരു വിശ്വാസങ്ങളിലേക്ക് ആചാരങ്ങളിലേക്ക് ഒക്കെ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ അവിടെ ഇതാണ് പറയുന്നത്, ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് സ്ട്രെച്ചിങ് ബാക്ക് ഇൻ ടു ദ പാസ്റ്റ് ആസ് വെൽ ആസ് റീച്ചിങ് ഇൻ ടു ദ ഫ്യൂച്ചർ. ബാക്കിലോട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു തിരിഞ്ഞുനോട്ടം ഉണ്ട്, അതുപോലെ തന്നെ ആസ് വെൽ ആസ് റീച്ചിങ് ഇൻ ടു ദ ഫ്യൂച്ചർ. ആ ഒരു പൈതൃകത്തെ പാസ്റ്റിലുണ്ടായിരുന്ന പൈതൃകത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസിയാണ് എന്തുള്ളത്? ഇന്ത്യക്കുള്ളത് അല്ലേ? അല്ലാതെ അമേരിക്കൻ നാഗരികതയെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആഫ്രിക്കൻ ജനവിഭാഗത്തിൻ്റെ ഒരു സാംസ്കാരിക പൈതൃകത്തെ മുറുകെ പിടിക്കാനൊന്നും ഇന്ത്യയിലെ ജനങ്ങൾക്ക് സാധിക്കില്ല. ഇന്ത്യയിലെ ഒരു വിഭാഗത്തിന് സാധിക്കില്ല. അവരുടെ പൂർവികന്മാർ ഇന്ത്യയിലെ ഓരോ ജനവിഭാഗത്തിൻ്റെ പൂർവികന്മാർ എന്താണോ അവർ വെച്ച് പുലർത്തിയിരുന്നത് അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പോഴും ആളുകൾ എന്ത് ചെയ്യുന്നത്? ചെയ്തു പോരുന്നത് അല്ലേ? അപ്പോൾ ഈ ഹിസ്റ്ററി എന്നുള്ളതിൽ ഈ നോട്ടിൽ എന്താ പറയുന്നത്? ഈച്ച് കൺട്രി ഹാവ് ഇറ്റ്സ് ഓൺ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ദ പീപ്പിൾ ഹൂ സീ ദംസെൽസ് ആസ് എ സ്റ്റേറ്റ് എംബഡി എ സെൻസ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഐഡൻറ്റിറ്റി. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞ ഓരോ രാജ്യത്തിനും എന്തുണ്ട്? ഹിസ്റ്റോറിക്കലായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. അതാണ് നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കുന്നത്. അപ്പം ആ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ആ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ് ഉണ്ടാവുക അല്ലേ രാജ്യത്തെ സംബന്ധിച്ച്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ അവർക്ക് എന്തുണ്ടാവും? ഒരു ഹിസ്റ്റോറിക്കൽ ഐഡൻറ്റിറ്റി, എല്ലാവർക്കും ഒരു ഐഡൻറ്റിറ്റി ഒരേപോലുള്ള ഒരു ഇതുണ്ടാവും. അപ്പോൾ അത് അവരെ ഒരു വൺനെസ് അല്ലെങ്കിൽ ഒരു ഞങ്ങൾ ഒന്നാണ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് അവർ മാറും. ഇറ്റ് മീൻസ് ദാറ്റ് ദ സ്റ്റേറ്റ് ലുക്സ് അറ്റ് പാസ്റ്റ് ഓൾസോ ആസ് ഇറ്റ് ലുക്ക് ഓഫ് ഫ്യൂച്ചർ. അപ്പോൾ ഇവിടെ ഈ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കോമൺ ആയിട്ട് അവർക്കുള്ളത് കൊണ്ട് അവരെന്ത് ചെയ്യും? അവരുടെ എല്ലാ കാര്യങ്ങളിലും പാസ്റ്റിലേക്ക് നോക്കും. അതുപോലെ തന്നെ ഓൾസോ ആസ് ഇറ്റ് ലുക്ക് ഫോർ ഫ്യൂച്ചർ. നമ്മൾ ഫ്യൂച്ചറിലേക്ക് എങ്ങനെയാണ് ആകാംക്ഷയോടെ ഓരോ കാര്യങ്ങളിലേക്കും മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ അവരെന്ത് ചെയ്യും? പാസ്റ്റിനെയും കൺസിഡർ ചെയ്യും. അതാണ് ഹിസ്റ്ററി എന്നുള്ള ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഒരു ഫാക്ടറിൽ വരുന്നത്. മൂന്നാമത്തേത് ടെറിട്ടറി. A nation is a population of ethnic unity inhabiting a territory of a geographic unity, sharing common past, having shared beliefs and living together on a particular territory over a long period of time gives people a sense of their collective identity. Okay, a nation is a population of ethnic unity. അപ്പോൾ രാജ്യം ഒരു നേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം എത്നിക് ഗ്രൂപ്പിൻ്റെ എത്നിക് യൂണിറ്റിയുടെ ഒരു പോപ്പുലേഷൻ. എത്നിക് എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ബിലീഫ്. ചിലപ്പോൾ നമുക്കറിയാം ആര്യന്മാരാണ് ഇന്ത്യയിലുണ്ടായിരുന്നത്. ആ ഒരു കൺസെപ്റ്റൊക്കെ ആണല്ലോ നമ്മൾ ഇന്ത്യൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു ഇത്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ടെറിട്ടറി എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ ഏരിയ എന്നാണ് ഉദ്ദേശം. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ കുറേ കാലങ്ങളായിട്ട് ജീവിച്ചിരുന്ന ഒരു എത്നിക് ഗ്രൂപ്പ് ഉണ്ടാകും.
അപ്പോൾ ആ എത്നിക് ഗ്രൂപ്പിന് അവർക്ക് എന്താണ് ഷെയറിങ് കോമൺ പാസ്റ്റ്, ഹാവിങ് ഷെയർഡ് ബിലീഫ്സ്, അങ്ങനെ അവർക്ക് അവരുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലൊക്കെ ഒരു ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവും. എല്ലാവരും ഒരേ രൂപത്തിലായിരിക്കും വസ്ത്രധാരണയിലും, അതുപോലെ തന്നെ അവരുടെ ലൈവ്ലിഹുഡ്, അവരുടെ ഇപ്പം ജീവിത വൃത്തി എന്താണ് തൊഴിൽ, അവർ ഓരോ ജീവിത മാർഗം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്ത് തൊഴിലാണ് അവരെടുക്കുന്നത്, അതിലൊക്കെ അവർക്ക് എന്തുണ്ടാവും, ഒരു കോമൺ ആയിട്ട് ഒരു നേച്ചർ നമുക്ക് ദർശിക്കാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ കുറേ കാലങ്ങളായിട്ട് താമസിക്കുന്ന ഒരു എത്നിക് യൂണിറ്റിക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നൊരു കൺസെപ്റ്റാണ് എന്ത്, നാഷണലിസം അല്ലേ. അപ്പോൾ ഇന്ത്യ എന്ന ഒരു ഉപഭൂഖണ്ഡത്തിൽ അല്ലേ, അപ്പോൾ ജീവിച്ചിരുന്ന ആ ഒരു കോമൺ ആയിട്ടുള്ള ബിലീഫും പിന്നെ അങ്ങനെ കൾച്ചറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് പുലർത്തിയിരുന്ന ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിൻ്റെ ഒരു വിഭാഗമാണ് പിന്നെ ഇന്ത്യക്കാർ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് പിന്നെ മാറിയത് അല്ലേ. ഇറ്റ് മേക്സ് ദം ദ ഫീലിംഗ് ഓഫ് വൺനെസ്. ദ ലാൻഡ് ഓൺ വിച്ച് ദേ ലിവ്ഡ് ഹാസ് എ സ്പെഷ്യൽ സിഗ്നിഫിക്കൻസ് ഫോർ ദം ആൻഡ് ദേ ക്ലെയിം ആസ് ഇറ്റ്സ് ദെയർ ഓൺ അല്ലേ. അപ്പം നമുക്കറിയാം, അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും എന്തൊരു പ്രശ്നങ്ങൾ അവരുടെ മുകളിൽ ഉണ്ടാകുകയാണെങ്കിലും അവരെന്ത് പറയും, അവർക്ക് സ്പെഷ്യൽ സിഗ്നിഫിക്കൻസ് ഫോർ ദം അല്ലേ, അവർക്ക് അവിടുത്തെ ആളുകളിൽ നിന്നുള്ള ഒരു സ്പെഷ്യൽ സിഗ്നിഫിക്കൻസ് അവർക്ക് കിട്ടും. ആൻഡ് ദേ ക്ലൈം ആസ് ദെയർ ഓൺ, അവർ അത് സ്വാഭാവികമായിട്ടും എത്ര പുറമെ രാജ്യങ്ങളിൽ നിന്നൊക്കെ അവരോട് ചിലപ്പോൾ അവരുടെ രാജ്യം വിട്ടു പോകാൻ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ അവിടെ അധിനിവേശം നടത്തുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, അവർ ക്ലെയിം ചെയ്യും, അവിടുത്തെ എത്നിക് ഗ്രൂപ്പ് ക്ലെയിം ചെയ്തും ഞങ്ങളുടെ പ്രദേശമാണെന്ന് ക്ലെയിം ചെയ്യും. ഓക്കെ. നേഷൻസ് കോൾ ദെയർ ഹോംലാൻഡ് ഡിഫറെൻ്റ്ലി. നെതർലാൻഡ്, ഫാദർലാൻഡ്, ഹോളി ലാൻഡ്, പ്രോമിസ്ഡ് ലാൻഡ് അല്ലേ. ഓരോ രാജ്യക്കാരും അല്ലെങ്കിൽ രാജ്യവും അവരുടെ ജന്മദേശത്തെ എന്ത് പറയും, മദർലാൻഡ്, അങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നെയിമുകളിലൊക്കെ വിളിക്കും. ദ ജൂയിഷ് ദോ ദേ ആർ ഡിസപ്പിയർഡ് ആൻഡ് സ്കാറ്റേർഡ് ഓവർ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. അതായത് ജൂതന്മാർ, നമുക്കറിയാം ജൂതന്മാർ ലോകത്ത് പല രാഷ്ട്രങ്ങളിലായിട്ട് ഛിന്ന ഭിന്നമായി പോയതാണ്. അവസാനം അവർക്ക് പെർട്ടിക്കുലർ രാജ്യമില്ലാതെ വന്ന് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെയാണ് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഈ ജൂയിഷ് രാഷ്ട്രം എന്ന കൺസെപ്റ്റൊക്കെ ഇസ്രായേൽ എന്ന കൺസെപ്റ്റൊക്കെ അമേരിക്കയുടെ നേതൃത്വത്തിലൊക്കെ വന്ന് പിന്നെ അങ്ങനെ കാര്യങ്ങൾ ഇപ്പോൾ ഈ ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ വന്നത്. അപ്പോൾ ആദ്യം ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഉണ്ടായിരുന്ന ആളുകളായിരുന്നു ജൂതന്മാർ. പക്ഷേ ഹിറ്റ്ലറുടെയും ഒക്കെ നമുക്കറിയാം നാസി ക്രൂരതകളുടെ, ജൂതന്മാർക്കെതിരെയുള്ള ക്രൂരത വർദ്ധിച്ച സമയത്ത് ഇവരൊക്കെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ചിതറിപ്പോയതാണ് അല്ലേ. അപ്പോൾ അവർ അവകാശപ്പെടുന്നതെന്ന് ക്ലെയിം ദാറ്റ് ദെയർ ഒറിജിനൽ ഹോംലാൻഡ് വാസ് പാലസ്തീൻ അല്ലേ. ഫലസ്തീനാണ് അവരുടെ ഒറിജിനൽ ഹോംലാൻഡ് എന്ന് അവർ നമുക്ക് പറയാം. നമുക്കറിയാം ഫലസ്തീൻ എന്താണ് യേശു ക്രിസ്തു ജനിച്ച ആ ഒരു പ്ലേസ് അല്ലേ. അപ്പോൾ ആ ഒരു അതിനോട് അനുബന്ധമായിട്ടുള്ള ആ പെർട്ടിക്കുലർ ഏരിയയിലാണ് ജൂയിഷ് അവരുടെ ഹോംലാൻഡായിട്ട് പറയുന്നത്. അപ്പോൾ അത് അവരുടെ ഹോളി ലാൻഡ്, മദർലാൻഡ് എന്നൊക്കെ അവർ വിളിക്കുന്നത്. അപ്പോൾ സംടൈംസ് ദ പ്രോബ്ലം അറൈസസ് വെൻ മോർ ദെൻ വൺ സെറ്റ് ഓഫ് പീപ്പിൾ ലേ ക്ലൈം ടു ദ സെയിം ടെറിട്ടറി, ദിസ് മേജർ കോസ് ഓഫ് കോൺഫ്ലിക്റ്റ് ഇൻ ദ വേൾഡ്. ഇപ്പോൾ ഇവിടെ പറയുന്ന വേറൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പെർട്ടിക്കുലർ ടെറിട്ടറിയിൽ ഇതുപോലെ 2 വിഭാഗത്തിലുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും അല്ലേ. 2 വിഭാഗത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാവും. അതാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, കോൺഫ്ലിക്റ്റ് ഇൻ ദ വേൾഡ്. അപ്പോൾ ഇവരിവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി നമുക്ക് മനസ്സിലാവണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നമാണെന്നുള്ള ഒരു കൺസെപ്റ്റിലേക്കാണ് ഇവർ പോകുന്നത്. കാരണം ഇപ്പോൾ ഇവിടെ നമുക്കറിയാം പാലസ്തീൻ എന്ന പ്രദേശം ഇവരെ സംബന്ധിച്ച് ഇവർ പറയുന്നത് ജൂയിഷിൻ്റെ ഹോംലാൻഡാണ്. അപ്പം അവിടെ 2 തരത്തിലുള്ള ജൂയിഷ് ആയിട്ടുള്ളതും മുസ്ലിം ആയിട്ടുള്ള ക്രിസ്ത്യൻ അങ്ങനെ വിഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടെറിട്ടറി ഒരു പെർട്ടിക്കുലർ എത്നിക് ഗ്രൂപ്പിന് മാത്രം ആയിട്ടുള്ളതല്ല. ഇപ്പോൾ
ആ ഒരു കോൺഫ്ലിക്റ്റ് കൊണ്ടാണ് പ്രോബ്ലം വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, കാരണം കണ്ടംപററി ആയിട്ടുള്ള വേൾഡ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണ് ഇസ്രായേൽ പലസ്തീൻ പ്രോബ്ലം അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ അത് ആ ഒരു ഇത് നമുക്ക് പത്രങ്ങളിലൊക്കെ കിട്ടും. പക്ഷെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്, ഈ പ്രോബ്ലം വരാൻ കാരണം അല്ലെങ്കിൽ ജൂതന്മാരെ കുറിച്ചിട്ടുള്ള അവരുടെ ചരിത്രം എന്താണ് ഈ പ്രോബ്ലത്തിലേക്ക് അങ്ങനെ ആയി തീരാൻ കാരണം, ആ ഒരു കാര്യങ്ങളൊക്കെ അതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ഇതുമായി റിലേറ്റഡ് ചെയ്തിട്ട് നിങ്ങളൊന്ന് വായിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് ഷെയർഡ് പൊളിറ്റിക്കൽ ഐഡിയൽസ്. ഇവിടെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോമൺ പൊളിറ്റിക്കൽ ഐഡിയാസ് അല്ലെങ്കിൽ ഷെയർഡ് പൊളിറ്റിക്കൽ ഐഡിയാസ് ആണ് പറയുന്നത്. അപ്പോൾ ഈ നോട്ടിലുള്ള ടോപ്പിക്ക് തന്നെ ഞാൻ പറഞ്ഞുതരാം, മറ്റേ കുറച്ച് ലെങ്തിയാണ്, ഇത് വായിച്ചാൽ മനസ്സിലാവും. കോമൺ പൊളിറ്റിക്കൽ ഐഡിയാസ് അല്ലെങ്കിൽ ഷെയർഡ് പൊളിറ്റിക്കൽ ഐഡിയാസ്. ദ മേജർ പൊളിറ്റിക്കൽ ഐഡിയാസ് ലൈക്ക് democracy, secularism, parliamentary system were recognized by the people. These ideas make them together to attain identity in the nation. അല്ലേ? അപ്പോൾ പൊളിറ്റിക്കലായിട്ടുള്ള ചില ഐഡിയാസ്, ചില ഐഡിയൽസ്, ചില കൺസെപ്റ്റുകളൊക്കെ ഉണ്ട്. എന്താണ് നമ്മൾ രാജ്യത്തെ ഇപ്പോൾ ഇന്ത്യ എന്ന ഒരു നേഷനെ സംബന്ധിച്ച് നമുക്കെന്തുണ്ട്, ഡെമോക്രസി അല്ലേ. ഡെമോക്രസി, നമ്മൾ എന്താണ് ജനാധിപത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രത്യേകമായിട്ട് അടിവരയിട്ട് അല്ലെങ്കിൽ എഴുതി വെച്ചൊരു കാര്യമാണ് വാട്ട് ഈസ് മീൻ ബൈ ഡെമോക്രസി. അപ്പോൾ അതുപോലെ തന്നെ സെക്കുലറിസം എന്ന കൺസെപ്റ്റ് നമുക്കറിയാം അല്ലേ. എല്ലാ മതസ്ഥരെയും തുല്യമായിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ ഏത് മതത്തിനും എന്തില്ല, പ്രത്യേക പരിഗണനയില്ല, എല്ലാവർക്കും ഈക്വലായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയാണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ പാർലമെൻ്ററി സിസ്റ്റം അല്ലേ, നമുക്കെന്താണ് ഒരു പാർലമെൻ്ററി സംവിധാനമാണ് ഇവിടെ നിലനിൽക്കുന്നത് അല്ലേ, രാജഭരണം ഒന്നുമല്ല. അപ്പോൾ റെക്കഗ്നൈസ്ഡ് ബൈ, ഇതൊക്കെ നമ്മുടെ രാജ്യത്തെ എല്ലാ ജനങ്ങളും ആക്സെപ്റ്റ് ചെയ്യുന്ന അംഗീകരിച്ചൊരു കൺസെപ്റ്റാണ്. കാരണം ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം ഇവിടെ നമ്മൾ 1950 ഇന്ത്യ റിപ്പബ്ലിക്കായ സമയത്ത് നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇവിടെ ഉണ്ടാക്കി അല്ലേ. കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയത് ഇന്ത്യയിലെ ഡിഫറെൻറ്റ് പാർട്സിലുള്ള ആളുകളുടെ പ്രതിനിധികളൊക്കെ ചേർന്നിട്ടാണ്. അപ്പോൾ അവർക്ക് ഈ ഡിഫറെൻറ്റ് പാർട്സിലുള്ള ജനങ്ങളിലെ വികാരങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു മനോഭാവം, അവരുടെ ആവശ്യങ്ങളൊക്കെയാണ് ഓരോരുത്തരും എന്ത് ചെയ്യുന്നത് അവിടെ പ്രതിനിധീകരിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഡെമോക്രസി രൂപം ചെയ്ത കാര്യത്തിലാണെങ്കിലും സെക്കുലറിസം എന്ന കൺസെപ്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഭരണ സംവിധാനം പാർലമെൻ്ററി സിസ്റ്റം ആയി രൂപപ്പെട്ടതിലൊക്കെ എന്തുണ്ട്, ആ ഒരു പെർട്ടിക്കുലർ കുറച്ച് ആളുകൾക്ക് മാത്രമല്ല പങ്ക്, ഇന്ത്യയിലെ മൊത്തത്തിലുള്ള ആളുകളുടെ വികാരം അല്ലെങ്കിൽ ജനവിഭാഗങ്ങളുടെ വികാരം ഏത് രൂപത്തിലായിരുന്നു ആ രൂപത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കാര്യങ്ങൾ ചെയ്തത്. ദീസ് ഐഡിയാസ് മേക്ക് ദം ടുഗദർ ആൻഡ് അറ്റൈൻ ഐഡൻറ്റിറ്റി ഇൻ ദ നേഷൻ. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യും, എല്ലാവരെയും എന്ത് ചെയ്യും, ടുഗദറായിട്ട് ഒന്നിച്ച് നിർത്തുന്ന ഒരു ഘടകമാണ് അറ്റൈൻ ഐഡൻറ്റിറ്റി ഇൻ ദ നേഷൻ. ഓക്കെ, അതാണ് കോമൺ പൊളിറ്റിക്കൽ ഐഡിയാസ്. രാഷ്ട്രീയപരമായിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഒരു ഐഡിയ ജനങ്ങൾക്കിടയിൽ നാഷണലിസം എന്ന കൺസെപ്റ്റിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ഫാക്ടർ. നെക്സ്റ്റ് കോമൺ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി. കോമൺ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി. അപ്പോൾ ഐഡൻറ്റിറ്റി മറ്റേ ഐഡിയാസ് ആയിരുന്നു, ഇവിടെ എന്താണ് ഒരു ഐഡൻറ്റിറ്റി. ഓക്കെ, അപ്പോൾ ഐഡിയാസും ഐഡൻറ്റിറ്റിയും നമ്മൾ വ്യത്യാസമല്ല. ഇപ്പോൾ നമ്മളൊരു സ്കൂളിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഐഡൻറ്റിറ്റി കാർഡ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, നമ്മൾ ആ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഭാഗമായിട്ടുള്ള ആളുകളാണ്.
അല്ലെങ്കിൽ നമ്മൾ പുറമേ നിന്ന് നോക്കുന്ന ആളുകൾക്ക് നമ്മളെല്ലാം ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒന്നായിട്ടാണെന്നുള്ള ഒരു ഐഡൻറ്റിറ്റിയാണ് അവിടെ നിന്ന്. മറ്റേതിന് കോമൺ പൊളിറ്റിക്കൽ ഐഡിയാസ് എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കൺസെപ്റ്റുകളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓരോരുത്തർക്ക് ഇന്ത്യയിലെ ജനങ്ങൾ ഓരോരുത്തർക്ക് ഇന്ത്യയിലെ മൊത്തത്തിൽ രാഷ്ട്രീയപരമായിട്ട് ഏത് രൂപത്തിലാവണം എന്നൊക്കെ ഉള്ളൊരു കൺസെപ്റ്റാണ്. അപ്പം അതായത് ഇപ്പോൾ കോമൺ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോമൺ ലാംഗ്വേജ് അതിൽ ഈ നോട്ടിൽ പറയുന്ന പോയിൻ്റ് കോമൺ ലാംഗ്വേജ് ഹെൽപ്സ് ടു മേക്ക് കമ്മ്യൂണിക്കേഷൻ ഈസി എമംഗ് പീപ്പിൾ അല്ലേ. കോമൺ ആയിട്ടുള്ള ലാംഗ്വേജ് അതെന്ത് ചെയ്യും, ഹെൽപ്പ് ടു മേക്ക് കമ്മ്യൂണിക്കേഷൻ ഈസി എമംഗ് ദ പീപ്പിൾ. ഇപ്പോൾ ഒരു രാജ്യത്ത് ഒരു ലാംഗ്വേജ് കോമൺ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആളുകളുടെ ഇടയിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകും ഈസി ആയിട്ട്. അതെങ്ങനെയാണോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, അതിനെപ്പറ്റി പറയാം. അത് കോമൺ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി എന്നാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ആദ്യം പറയാം. ആസ് വെൽ ആസ് ദ റിലീജിയൻ ഓൾസോ ഹെൽപ്പ് ടു മേക്ക് വൺനെസ് എമംഗ് ദ പീപ്പിൾ. അതുപോലെ തന്നെ റിലീജിയൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും എന്താണ്, ഒരേ റിലീജിയൻ സെയിം റിലീജിയനാണ് ഒരു രാജ്യത്തുണ്ടെങ്കിൽ അതിൽ ഒന്നും കൂടെ എന്ത് ചെയ്യും, വൺനെസ് ഒരുമ നിലനിൽക്കും. അതുപോലെ തന്നെ കോമൺ റിലീജിയൻ പ്രൊവൈഡ് ബിലീഫ് ആൻഡ് കസ്റ്റംസ് ദാറ്റ് മേക്ക് ദ പാർട്ടിസിപ്പൻസ് ഓഫ് പീപ്പിൾ ഇൻ ദ റിലീജിയസ് സെലിബ്രേഷൻ അല്ലേ. എല്ലാവർക്കും ഒരേ റിലീജിയൻ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലൊക്കെ ഒരുപോലെ ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ റിലീജിയസ് ആയിട്ടുള്ള സെലിബ്രേഷനിൽ എല്ലാ വിഭാഗങ്ങളുടെയും എന്തുണ്ടാവും, സാന്നിധ്യം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ പറയും ഓണം, ക്രിസ്മസ് അല്ലെങ്കിൽ ഈദ്, ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റിലീജിയസ് ഗ്രൂപ്പിൻ്റെ ആയിട്ടുള്ള സെലിബ്രേഷനാണ്. അപ്പോൾ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള റിലീജിയസ് ഗ്രൂപ്പ് ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും സെയിം റിലീജിയസ് ഗ്രൂപ്പ് ആണെങ്കിൽ എല്ലാവർക്കും എന്തെയ്ക്കും, സെയിം ആയിട്ടുള്ള സെലിബ്രേഷൻ ആയിട്ടുണ്ടാവുക. അപ്പോൾ ഈ സെലിബ്രേഷനിൽ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ, എല്ലാ റിലീജിയസ് ഗ്രൂപ്പിൻ്റെ പാർട്ടിസിപ്പേഷനും ഉണ്ടാകും. അതാണ് കോമൺ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കറിയാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു പോയിൻ്റ് ഉണ്ട്. ദ പ്രോബ്ലം ഈസ് ദാറ്റ് ഓൾ മേജർ റിലീജിയൻസ് in the world are internally diverse. That is, within each religion there exists a number of sects who differ significantly in their interpretation of the religious texts and norms. We cannot ignore this as this is likely to create a highly authoritative and oppressive society. അല്ലേ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ലോകത്തുള്ള മിക്കവാറും രാഷ്ട്രങ്ങളിലെ ഒരു കാര്യം എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലറായിട്ടുള്ള റിലീജിയസ് ഗ്രൂപ്പിനെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു രാജ്യമായിട്ടല്ല മിക്കവാറുള്ളത്, എല്ലാ ആളുകളെയും ഉൾക്കൊണ്ടിട്ടുള്ളതാണ്. അപ്പം നമ്മുടെ കൺസെപ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൾച്ചറിൽ, ലാംഗ്വേജസിൽ, റിലീജിയസ് ആയിട്ടുള്ള കൺസെപ്റ്റിലൊക്കെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഡൈവേഴ്സിറ്റിൻ്റെ ഇടയിലും നമ്മൾ ഇന്ത്യക്കാരാണ് എന്നൊരു കൺസെപ്റ്റിൽ നമ്മൾ ഇന്ത്യൻ ജീവിക്കുന്നവരാണ്. ഇന്ത്യയുടെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടും ആ ഒരു കൾച്ചറൊക്കെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്ത്യയുടെ പാർലമെൻ്ററി സംവിധാനവും അതുപോലെ തന്നെ ഡെമോക്രസി ആ ഒരു കൺസെപ്റ്റിലൊക്കെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഒന്നാണെന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ നമ്മുടെ റിലീജിയസ് ഗ്രൂപ്പ് ഏതാണോ, ആ ഒരു നമ്മുടെ സെലിബ്രേഷൻ ഏതാണോ, ആ ഒരു കൺസെപ്റ്റിൽ എന്നല്ല എന്ത് ചെയ്യുന്നത് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കോമൺ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി എന്ന കൺസെപ്റ്റ് ശരിക്കും നാഷണലിസം എന്നൊരു ഫാക്ടർ ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു ഘടകമാണെങ്കിൽ കൂടിയിട്ട് അത് നല്ലൊരു ഫാക്ടറാണ്, അല്ലെങ്കിൽ അതിന് എസെൻഷ്യലായിട്ടുള്ളൊരു ഫാക്ടറാണെന്ന് എന്ത് ചെയ്യില്ല, മിക്കവാറും ആളുകൾ അല്ലെങ്കിൽ ജനങ്ങൾ ലോകം അംഗീകരിക്കില്ല. കാരണം ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഈ ഒരു
ഈ ഫാക്ടറിനെ ഫോളോ ചെയ്ത് പോകുന്നതല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്. അതുകൊണ്ട് ഈ ഒരു ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ്, അതായത് ഇന്ത്യയിൽ ഡിഫറെൻറ്റ് റിലീജിയസ് ആയിട്ടുള്ള ഗ്രൂപ്പ് കൾച്ചറും ഒക്കെ ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു ഡെമോക്രസി ആയിട്ടുള്ള സംവിധാനത്തിലൂടെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ നമ്മളെ ജനാധിപത്യം അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം നേപ്പാൾ ഫോർ എക്സാമ്പിൾ അവിടെ എന്താണ്, രാജഭരണമാണ്. അതുപോലെ തന്നെ അറേബ്യൻ കൺട്രീസിലൊക്കെ മിക്കവാറും രാജഭരണം ആണുള്ളത്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. കാരണം സ്വാഭാവികമായിട്ടും അവിടെ മിക്കവാറും എന്താണ്, ഒരു പെർട്ടിക്കുലർ റിലീജിയൻ അല്ലേ. അപ്പോൾ നേപ്പാളിനൊക്കെ സംബന്ധിച്ചിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ ഒരു പെർട്ടിക്കുലർ റിലീജിയൻ, ഹിന്ദു രാഷ്ട്രമാണ്. അപ്പോൾ അവിടെ ഒരു പെർട്ടിക്കുലർ റിലീജിയൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരുടെ കസ്റ്റംസോ അത് കാര്യങ്ങളൊക്കെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഏകദേശം സെലിബ്രേഷനൊക്കെ ഒരുപോലെ ആയിരിക്കും. അപ്പം അവിടെ എന്തില്ല, രാജാവ് തീരുമാനിക്കേണ്ട സെലക്ട് ചെയ്യുന്നതിൽ അധികമായിട്ടൊന്നുമില്ല പ്രോബ്ലങ്ങൾ വരുന്നില്ല. പക്ഷേ ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് നിലവിൽ വരുന്നെങ്കിൽ എന്ത് ചെയ്യും, പ്രശ്നങ്ങൾ വളരെയധികം രൂക്ഷമാകും. അതുകൊണ്ടാണ് എല്ലാ ജനങ്ങളുടെയും റെപ്രസെൻറ്റേഷനും എല്ലാ ജനങ്ങളുടെയും വികാരങ്ങളും അവരുടെ ആവശ്യങ്ങളും മുൻനിർത്തി അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്ത ആളുകൾ ഇന്ത്യ ഏത് രൂപത്തിലാണ്, ഒരു ഡെമോക്രസി അല്ലെങ്കിൽ പാർലമെൻ്ററി സംവിധാനത്തിലൂടെയാണ് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്, ഭരണം നടത്തുക എന്നുള്ള, അല്ലെങ്കിൽ ഭരണം നടത്തേണ്ടത് എന്ന കൺസെപ്റ്റിലേക്കൊക്കെ എത്തിച്ചേർന്നത്. അപ്പോൾ ഈ നാഷണലിസം എന്ന കൺസെപ്റ്റ് നമ്മളിപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഫാക്ടേഴ്സൊക്കെ പറഞ്ഞ സമയത്ത് ഒരു വശത്തും കൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അതിനൊരു കുറച്ച് പോസിറ്റീവ് വശങ്ങളുണ്ടാവും. വേറൊരു വശത്തിൽ പല ആളുകളും ഈ നാഷണലിസം എന്ന കൺസെപ്റ്റിനെ എതിർക്കുന്ന അതായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇത് വായിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ വേറെ ഓൺലൈനായിട്ടൊക്കെ നാഷണലിസം കൺസെപ്റ്റിൽ എഴുത്തുകാരുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ നോക്കുക. അപ്പം ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ബാൽ താക്കറെ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ശിവസേന അല്ലേ, ശിവസേനയുടെ നേതാവൻ ബാൽ താക്കറെ. അപ്പോൾ അവർ ഉദ്ധവ് താക്കറെ മഹാരാഷ്ട്രയെ കേന്ദ്രീകരിച്ചാണ് അവർ ഭരണം നടത്തുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ഒരു വാദം ഉണ്ടായിരുന്നു, മണ്ണിൻ്റെ മക്കൾ വാദം. അതായത് മറാത്തി ഭാഷ സംസാരിക്കുന്നവർ അവരുടെ സ്ഥലം അല്ലെങ്കിൽ ആ പ്ലേസ് അവർക്ക് മണ്ണിൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ജീവിച്ച അല്ലെങ്കിൽ അവിടെ ജനിച്ച ആളുകൾക്ക് അത് അവരുടേതാണ് എന്നുള്ള കൺസെപ്റ്റ്. വേറെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റു വിഭാഗങ്ങളിൽ നിന്നൊന്നും വരുന്ന ആളുകൾക്ക് അവിടെ ഒരു സ്ഥലമില്ല, അവിടുത്തെ പ്ലേസ് അവിടുത്തെ മണ്ണ് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നൊരു കൺസെപ്റ്റ്. അത് വളരെ വിവാദപരമായിട്ടുള്ളൊരു കൺസെപ്റ്റ്, ഒരു കാര്യങ്ങൾ അതിന് പ്രതിഷേധമൊക്കെ ഉണ്ട്. അതാണ് മണ്ണിൻ്റെ മക്കൾ വാദം. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും ഒരുമിച്ചാണ്. അത് നാഷണലിസത്തിന് എന്ന കൺസെപ്റ്റിന് എതിരായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അങ്ങനായിട്ട് കുറേ ഇന്ത്യയിൽ ഇപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് നമ്മൾ ഇപ്പോഴത്തെ ഒരു കണ്ടംപററി ആയിട്ട് ഇന്ത്യയിലെ സിറ്റുവേഷൻസൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അങ്ങനെ ഇതിൽ കുറേ എന്തെങ്കിലും കോൺട്രഡിക്റ്റഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ കാണും. പക്ഷേ എന്ത് ചെയ്യും, ഹിസ്റ്ററി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ നമ്മൾ കാണുന്നത് എന്താണോ അപ്പടി നമ്മൾ അത് കാണാതെ പഠിച്ച് അത് കാണാതെ പഠിക്കുന്ന തന്നെ എക്സാമിന് നമ്മൾ പഠിക്കും. പക്ഷേ അത് ശരിയാണ് എന്ന കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്നത്. നമ്മൾ ഇതും പഠിക്കുക, അതിനോട് റിലേറ്റഡ് ആയിട്ട് നമ്മുടേതായിട്ടുള്ള അധിക വായനയിലൂടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടേതായിട്ടുള്ളൊരു കൺസെപ്റ്റിലേക്ക് എത്തിച്ചേരുക. അതിനാണ് ഹിസ്റ്ററി പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ വായിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് മാത്രമേ എന്ത് ചെയ്യുന്നു, ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളൂ. അതാണ് ഫോക്കസ് ഏരിയ പറഞ്ഞത്. അത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും.